ശബരിമല സന്നിധാനത്ത് തിരക്ക് അനിയന്ത്രിതമാകുന്നു. മണിക്കൂറുകൾ ക്യൂവിൽ നിൽക്കുന്ന ഭക്തർക്ക് കുടിവെള്ളം പോലും ലഭിക്കുന്നില്ല. ലഘുഭക്ഷണമോ ബിസ്ക്കറ്റോ ലഭിക്കാതെ ഭക്തർ വലയുന്നു. നട തുറന്നതിന് ശേഷം ഇതുവരെ ദർശനം നടത്തിയത് 2 ലക്ഷത്തിലധികം ആളുകൾ. വിവരങ്ങളുമായി പ്രസാദ് MJ ചേർന്നു. പ്രസാദ്, നിലവിൽ ഇപ്പോഴും ഈ ഒരു ക്യൂവിൽ ഭക്തർ നിൽക്കുന്ന ഒരു സാഹചര്യമാണോ? തിരക്ക് ഇപ്പോൾ നിയന്ത്രണ വിധേയമാണോ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഈ ഭക്തരെ നമുക്ക് ഈ കഴിഞ്ഞ സീസണുകളിൽ ദർശിക്കാൻ കഴിയാത്ത ഈ വൃശ്ചിക 1-നും ഇന്ന് 2-ാം തീയതി ആയപ്പോഴത്തേക്കിന് അത്ഭുതപൂർവമായ തിരക്കാണ് പമ്പ മുതൽ സന്നിധാനം വരെ ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ സ്പോട്ട് ബുക്കിംഗ് ഈ വെർച്വൽ ക്യൂവിൽ കഴിഞ്ഞ ദിവസം 70,000 പേരാണ് വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ വെർച്വൽ ക്യൂവിൽ ഇടം കിട്ടാത്തവർക്ക് വേണ്ടി നിലയ്ക്കല്, പമ്പ, ചെങ്ങന്നൂര്, എരുമേലി അങ്ങനെയുള്ള വിവിധ സ്ഥലങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് കൂടി ആ സന്നിധാനത്തേക്ക് തീർത്ഥാടകർക്ക് എത്താനുള്ള ഒരു ക്രമീകരണം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിവിധ ഇടങ്ങളിൽ നിന്നും എത്തിയ 70,000 പേര് ഉള്ള അയ്യപ്പന്മാർക്ക് ശേഷം വിവിധ സ്പോട്ട് ബുക്കിംഗ് കൂടി എത്തിയിട്ടുള്ള തീർത്ഥാടകർ എത്തിയപ്പോഴത്തേക്കിനെ അത്ഭുതപൂർവമായ ഒരു തിരക്കാണ് അവിടെ അനുഭവപ്പെട്ടത്. 12 മണിക്കൂറാണ് കഴിഞ്ഞ ഈ മണിക്കൂറുകളിൽ ദർശനം കിട്ടാതെ തന്നെ തീർത്ഥാടകർ അയ്യപ്പന്മാർ അവിടെ കുട്ടികളും സ്ത്രീകളും അവിടെ മണിക്കൂറോളം കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ കുഴിഞ്ഞു വീണു. സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ഹൈക്കോടതി നിരോധിച്ചതിനാൽ അയ്യപ്പ സേവാ സംഘമോ അയ്യപ്പധർമ്മ അതുപോലുള്ള സംഘടനകൾക്ക് ചുക്കുവെള്ളമോ കുടിവെള്ളമോ അവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന്റെ പരിമിതമായ സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയത്. ഇപ്പോൾ തന്നെ എരുമേലിയിലും പമ്പയിലും ഇതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെങ്കിൽ തിരക്ക് ഇതുവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദീപ്തി, പ്രസാദ്, അതുപോലെ തന്നെ കുടിവെള്ളം പോലും ലഭിക്കാതെയാണ് ദർശനത്തിനായി 10 മണിക്കൂറിലധികമായി ഭക്തർ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു കുടിവെള്ളം അടക്കം എത്തിക്കാനുള്ള എന്തെങ്കിലും ക്രമീകരണങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ദേവസ്വം ബോർഡും അധികൃതർ ഇപ്പോൾ പരസ്പരം പഴിചാരുകയാണ്. ഇനിയുള്ള മണിക്കൂറുകളിൽ ഇപ്പോൾ പമ്പയിലോ അല്ലെങ്കിൽ നിലയ്ക്കലോ അല്ലെങ്കിൽ എരുമേലിയിലോ അതല്ലെങ്കിൽ പത്തനംതിട്ടയിലോ അയ്യപ്പന്മാരെ നിയന്ത്രിക്കാനുള്ള ഒരു ക്രമീകരണമാണ് ബന്ധപ്പെട്ട അധികാരികൾ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ഈ മണിക്കൂറുകൾക്ക് മുമ്പ് പമ്പയിൽ 10 മണിക്കൂറുകളോളം കാത്തുനിന്ന മറ്റേ ആയിരക്കണക്കിന് അയ്യപ്പന്മാരെ മല ചവിട്ടാതെ പന്തളത്ത് വന്ന് അയ്യപ്പനെ കണ്ട് അവിടെ സമർപ്പിച്ച ശേഷം തിരികെ പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. ഇപ്പോൾ അധികൃതർ പരസ്പരം പഴിചാരി മുഖം രക്ഷിക്കാനുള്ളൊരു നടപടിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ശരി, ഇപ്പോൾ ബിനോയ് ചേരുന്നു. ബിനോയ്, ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ അതീതമായി തന്നെ തുടരുകയാണ്. മണിക്കൂറുകളോളമാണ് ഭക്തർ ക്യൂവിൽ നിൽക്കേണ്ട ഒരു സ്ഥിതിഗതി ഉള്ളത്. കുടിവെള്ളം പോലും ലഭിക്കാത്ത ഒരു സ്ഥിതിയാണുള്ളത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇത് തിരക്ക് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പോലീസിനും ഒപ്പം അതുതന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജൻസികൾക്കും വലിയ തരത്തിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ അതീതമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. മണിക്കൂറുകളാണ് ഭക്തർ ക്യൂവിൽ നിൽക്കുന്നത്. ഭക്തർക്ക് കുടിവെള്ളം പോലും ലഭിക്കാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ലഘുഭക്ഷണമോ ബിസ്ക്കറ്റോ ലഭിക്കാതെ ഭക്തർ വലയുന്ന ഒരു സ്ഥിതിയാണുള്ളത്. നട തുറന്നതിന് ശേഷം ഇതുവരെ ദർശനം നടത്തിയത് 2 ലക്ഷത്തിലധികം ആളുകളാണ്. നിലവിൽ ഇപ്പോഴും ഈ ഒരു സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണാതീതമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. മണിക്കൂറുകളോളം 10 മണിക്കൂറിലധികമായി ഭക്തർ ക്യൂവിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ തുടരുന്നത്. നട തുറന്നതിന് ശേഷം ഇപ്പോൾ 2 ലക്ഷത്തിലധികം ആളുകളാണ് ഇതുവരെ ദർശനം നടത്തിയതെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഭക്തർക്ക് കുടിവെള്ളം പോലും ലഭിക്കാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ബിനോയ് ചേരുന്നു. ബിനോയ്, തുടരാം. സാധാരണ ശബരിമല നട തുറന്ന് 2 ദിവസം പിന്നിടുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്ന പതിവില്ല. ഇത്
ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സ്പോട്ട് ബുക്കിംഗും ഒപ്പം സാധാരണ വിർച്വൽ ക്യൂ വഴി ബുക്കിംഗും വരുന്ന ഏകദേശം 90,000 തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്തേക്ക് ഒരു ദിവസം എത്തിച്ചേരേണ്ടത്. പക്ഷേ ഇന്നലെ വൃശ്ചിക മാസം 1-ാം തീയതി ആയിരുന്ന ഇന്നലെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ എവിടെയുണ്ടായ പാളിച്ച അതുവഴി തീർത്ഥാടകർ ഏകദേശം 10 മുതൽ 12 മണിക്കൂർ വരെ പല സ്ഥലങ്ങളിലായി ക്യൂ നിൽക്കേണ്ടി വന്നു. ക്യൂ നിന്ന് അവശരായ തീർത്ഥാടകർ പലരും ഈ ക്യൂവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കൂട്ടമായി വലിയ നടപ്പന്തലിലും ശബരിമല സന്നിധാനത്തിന് സമീപത്തുള്ള വലിയ തിരുമുറ്റത്തുമെല്ലാം എത്തിച്ചേർന്നതോടുകൂടിയാണ് ഇത്രയും വലിയ ഒരു തിരക്ക് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും പരമാവധി ആളുകൾക്ക് ദർശനം നൽകുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതേസമയം പമ്പ, നിലയ്ക്കൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തീർത്ഥാടകരുമായി വരുന്ന വാഹനങ്ങൾക്ക് ഇപ്പോൾ നിലയ്ക്കലിലേക്കുള്ള പ്രവേശനം തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലെ, അതായത് ഈ എരുമേലിക്കും കണമലയ്ക്കും ഇടയിലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ തീർത്ഥാടകരുടെ വാഹനങ്ങൾ തൽക്കാലം പോലീസ് നിയന്ത്രിച്ച് ഇട്ടിരിക്കുകയാണ്. അതായത് ശബരിമല സന്നിധാനത്തെയും നിലയ്ക്കലിലെയും പമ്പയിലെയും തിരക്ക് ഒഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇനി ഈ തീർത്ഥാടകരുടെ വാഹനങ്ങളെ നിലയ്ക്കലിലേക്കും പിന്നീട് പമ്പയിലേക്കും കടത്തിവിടുക. നേരത്തെ വലിയ തരത്തിലെ പരാതി ഉയർന്നിരുന്നത് KSRTC ബസ്സുകൾ കൃത്യമായി സർവീസ് നടത്തുന്നില്ല എന്നായിരുന്നു. ഇതേ തുടർന്ന് പമ്പയിലും ഒപ്പം നിലയ്ക്കലിലുമെല്ലാം തന്നെ തീർത്ഥാടകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന തരത്തിൽ വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചത്. ഒപ്പം കൂടുതൽ KSRTC ബസ്സുകൾ എത്തിച്ചുകൊണ്ട് ആ പ്രശ്നം നിലവിൽ പരിഹരിച്ചു എന്നാണ് KSRTC ബസിന്റെ അധികൃതർ പറയുന്നത്. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് തന്നെ തങ്ങുന്നുണ്ട്, KJ ഉമർ. അദ്ദേഹം പറയുന്നത് ഈ മുന്നൊരുക്കങ്ങളിൽ ഉണ്ടായ വീഴ്ചയാണ് തിരക്ക് ഭയാനകമായി ഉയർന്നിരിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് നൽകുന്നത്. അതേസമയം ശബരിമല ചീഫ് കോർഡിനേറ്റർ S. ശ്രീജിത്ത് അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം മുതൽ നാളെ ഈ തിരക്ക് ശബരിമല സന്നിധാനത്ത് കഴിയുന്നതുവരെ സ്പോട്ട് ബുക്കിംഗ്, അതായത് ഒരു ദിവസം ശബരിമല സന്നിധാനത്ത് മുൻകൂർ ബുക്കിംഗ് ഇല്ലാതെ 20,000 പേർക്ക് സ്പോട്ട് ബുക്ക് ചെയ്ത് സന്നിധാനത്തേക്ക് പോകാൻ കഴിയും. അത്തരത്തിലുള്ള സ്പോട്ട് ബുക്കിംഗ് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. അവർ നിലയ്ക്കലിൽ തങ്ങണം, അല്ലാതെ വരുന്നവർ മറ്റേതെങ്കിലും ബസ് സ്റ്റേഷനുകളിലോ അല്ലെങ്കിൽ ശബരിമല ഇടത്താവളങ്ങളിലോ തങ്ങാൻ ഒരു നിർദ്ദേശം പോലീസ് നൽകുന്നുണ്ട്. എന്നാൽ മാത്രമേ ഈ വിർച്വൽ ക്യൂവിൽ വരുന്ന തീർത്ഥാടകർക്ക് പരമാവധി പേർക്ക് ദർശനം നൽകി അവരെ പമ്പയിലേക്ക് മടക്കി അയക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ വളരെയധികം ബുദ്ധിമുട്ടിയത് കുഞ്ഞു കുട്ടികളുമായി എത്തിയ അയ്യപ്പഭക്തരായിരുന്നു. കാരണം 10 മുതൽ 12 മണിക്കൂർ സമയം വരെയാണ് അവർ ക്യൂവിൽ നിന്നത്. പല സ്ഥലങ്ങളിലും കുടിവെള്ളം കിട്ടുന്നതിന് സംവിധാനങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ള പരാതി വ്യാപകമായി ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും മരക്കൂട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് തീർത്ഥാടകർക്ക് കുടിവെള്ളം കിട്ടാതെ പോയത്. ഈ മരക്കൂട്ടത്തും അതുപോലെ പരമ്പരാഗത കാനനപാതയിലും സാധാരണഗതിയിൽ വൃശ്ചികം തുടങ്ങുന്ന അന്ന് മുതൽ തന്നെ കുടിവെള്ളത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന പതിവുണ്ട്. ഇത്തവണ അതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് ഭക്തരുടെ ഭാഗത്തു നിന്നും ഉയർന്നിരിക്കുന്നത്. അതേസമയം മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ഈ സാധാരണഗതിയിൽ വലിയ തരത്തിലെ തിരക്ക് ഉയർന്നു കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി കേന്ദ്രസേനാ അംഗങ്ങളുടെ സഹായം തേടുന്ന പതിവുണ്ട്. ഇത്തവണ കേന്ദ്രസേനാ അംഗങ്ങളെ ശബരിമല സന്നിധാനത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. കാരണം വളരെ വൈകിയാണ് കേന്ദ്ര സേനാംഗങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ സേവനത്തിന് വേണ്ടിയുള്ള കത്ത് കേന്ദ്ര സർക്കാരിന് നൽകിയത്. വൈകിപ്പോയി. അത് കാരണം സേനാംഗങ്ങൾ എത്തുന്നതും വൈകുകയാണ്. അവർ വരികയാണെങ്കിൽ ഒരു പരിധിവരെ സന്നിധാനത്തിന് സമീപത്തുള്ള തിരുമുറ്റം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കുന്നത് അവർ ഏറ്റെടുക്കും. അത്തരത്തിൽ ഒരു തിരക്ക് നിയന്ത്രണത്തിൽ വരുമ്പോഴേക്കും പരമാവധി തീർത്ഥാടകർക്ക് ദർശനം നടത്തി മടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. നിലവിൽ ഇപ്പോൾ ശബരിമല സന്നിധാനത്തെ തിരുമുറ്റത്തെ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ വ്യാപിച്ച് അല്ലെങ്കിൽ തിരുമുറ്റം മുഴുവൻ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ക്യൂ ആയി അവരെ 18-ാം പടി കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം വടക്കേ തിരുമുറ്റത്ത് സാധാരണഗതിയിൽ ഇരുമുടിക്കെട്ടില്ലാതെ വരുന്ന തീർത്ഥാടകരെ കടത്തിവിടുന്ന ഭാഗത്താണ് ഇപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടത്തേക്ക് കൂടുതൽ പോലീസുകാരെ എത്തിച്ച് തിരക്ക് നിയന്ത്രിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ശബരിമല നട 3 മണിക്ക് തന്നെ തുറന്നു. തിരക്ക് കണക്കിലെടുത്ത് 2 മണി വരെ നട തുറന്നിരുന്നു. അതിനുശേഷം 1 മണിക്കൂർ സമയമാണ് നട അടച്ചിരുന്നത്. ഇപ്പോൾ 3 മണിക്ക് നട തുറന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രിയോടുകൂടി തന്നെ തിരക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പങ്കുവയ്ക്കുന്നത്. S. ശ്രീജിത്ത്, അതായത് ശബരിമല ചീഫ് കോർഡിനേറ്റർ ശ്രീജിത്ത്, KJ ഉമർ IAS തുടങ്ങിയവർ ശബരിമല സന്നിധാനത്ത് തന്നെ തങ്ങുന്നുണ്ട്. കാരണം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ഇത്രയധികം തീർത്ഥാടകർ എത്തിയതും തിരക്ക് നിയന്ത്രണത്തിൽ എവിടെയാണ് പാളിച്ച പറ്റിയതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി മുതൽ പരമ്പരാഗത
ക്ഷേത്രക്കാരൻ അത് മരക്കൂട്ടത്ത് നിന്നും കരൻകുത്തി വഴിയായിരിക്കും ഈ തീർത്ഥാടകരെ കടത്തിവിടുക. ഈ പ്രദേശങ്ങളിൽ ആളൊഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്, അതായത് ക്യൂ കോംപ്ലക്സുകളുണ്ട്. അവിടെ തീർത്ഥാടകർക്ക് പരമാവധി വിശ്രമിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കും. അതുവഴി തീർത്ഥാടകരെ വിശ്രമിപ്പിച്ച് സന്നിധാനത്തേക്ക് കടത്തിവിട്ടു കഴിഞ്ഞാൽ കുറേയധികം തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ട്. ദീപ്തി, ശബരിമല സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണാതീതമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. മണിക്കൂറുകൾ ക്യൂവിൽ നിൽക്കുന്ന ഭക്തർക്ക് കുടിവെള്ളം പോലും ലഭ്യമാകുന്നില്ല. ലഘുഭക്ഷണമോ ബിസ്ക്കറ്റോ ലഭിക്കാതെ ഭക്തർ വലയുന്ന സാഹചര്യമാണുള്ളത്. നട തുറന്നതിന് ശേഷം ഇതുവരെ ദർശനം നടത്തിയത് 2 ലക്ഷത്തിലധികം ആളുകളാണ്. പ്രസാദ് MGയും D ബിനോയുമാണ് വിവരങ്ങൾ നൽകിയത്.